തൃശൂർ ഞാനങ്ങ് എടുക്കുക എന്ന് പറഞ്ഞ് പാർലമെന്റ് മണ്ഡലം കീഴടക്കിയ സുരേഷ് ഗോപി എംപിക്ക് തിരിച്ചടി സംഭവിച്ചിരിക്കുകയാണ്. തൃശൂരിലെ ലോക്സഭാ അംഗത്വം റദ്ദാക്കണമെന്ന ഹർജിയിലാണ് സുരേഷ് ഗോപിക്ക് തിരിച്ചടി സംഭവിച്ചത്. മതവികാരം ഇളക്കിവിട്ടാണ് സുരേഷ് ഗോപി തൃശൂരിൽ ജയിച്ചതെന്നായിരുന്നു എംപിക്കെതിരായ ആരോപണം. വോട്ടെടുപ്പ് ദിനത്തിൽ മതചിഹ്നങ്ങൾ ഉപയോഗിച്ച് വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്നും ഹർജിയിൽ പറഞ്ഞിരുന്നു. സുഹൃത്ത് മുഖേന സുരേഷ് ഗോപി വോട്ടർമാർക്ക് പെൻഷൻ വാഗ്ദാനം ചെയ്തെന്നും തെരഞ്ഞെടുപ്പ് കാലത്ത് ബാങ്ക് അക്കൗണ്ടിലേക്ക് പെൻഷൻ തുക കൈമാറിയിട്ടുണ്ടെന്നും ഹർജിയിൽ വാദമുണ്ടായിരുന്നു. സുരേഷ് ഗോപിക്കെതിരായ ഹർജി നിലനിൽക്കുമെന്നാണ് ഇപ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഹർജി നിലനിൽക്കില്ലെന്ന സുരേഷ് ഗോപിയുടെ ഉപഹർജി തള്ളുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്തുള്ള ഹർജി തള്ളാനാവില്ലെന്ന് സുരേഷ് ഗോപി വിചാരണ കോടതിയെ നേരിടേണ്ടി വരുമെന്നും ഹൈക്കോടതി ഉത്തരവിടുന്നുണ്ട്. ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റേതാണ് ഉത്തരവ്. സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ മതചിഹ്നങ്ങൾ ഉപയോഗിച്ചും മതവികാരം ഇളക്കിവിട്ടും വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്നും ഇത് തെരഞ്ഞെടുപ്പ് ക്രമക്കേടാണെന്നും ഹർജിയിൽ പറയുന്നുണ്ട്. എന്നാൽ ഈ ഹർജി നിയമപരമായി നിലനിൽക്കില്ലെന്ന സുരേഷ് ഗോപിയുടെ വാദം തള്ളുകയായിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്ന് 74,686 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി വിജയിച്ചത്. ഈ ഹർജി നിയമപരമായി നിലനിൽക്കില്ലെന്ന സുരേഷ് ഗോപിയുടെ വാദമാണ് തള്ളിയത്. ഹൈക്കോടതി ഇടപെടൽ സ്വാഗതാർഹമാണെന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ പ്രതികരിക്കുന്നുണ്ട്. മതത്തെ ദുരുപയോഗിച്ചും വോട്ടർമാരെ സ്വാധീനിക്കാൻ പണവും ഉപഹാരങ്ങളും നൽകിയുമാണ് സുരേഷ് ഗോപി പ്രചാരണം നടത്തിയത്. ആരോപണങ്ങൾക്ക് അടിസ്ഥാനമായ എല്ലാ തെളിവുകളും കോടതിക്ക് മുൻപാകെ സമർപ്പിച്ചിട്ടുണ്ട്. തുടർ നടപടികളിൽ ഫലമുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും സുനിൽകുമാർ പറയുന്നുണ്ട്. സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ പല രീതിയിൽ ലംഘിച്ചിട്ടുണ്ട്. വോട്ട് ശതമാനം വർദ്ധിക്കുന്നതിന് വേണ്ടി പുതിയ പ്രദേശങ്ങൾ തന്റെ കുടുംബത്തിന്റെയും തന്റെയും പേരുകൾ ചേർത്ത് വോട്ട് രേഖപ്പെടുത്തിയിരുന്നു സുരേഷ് ഗോപി. കേന്ദ്രമന്ത്രിയായിട്ടും തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളെ സ്വന്തം ഇഷ്ടത്തിന് മാറ്റിമറിക്കുന്ന ഇത്തരം നടപടികൾക്ക് മേലാണ് കോടതി വടിയെടുത്തിരിക്കുന്നത് എന്നത് സുരേഷ് ഗോപിക്ക് തിരിച്ചടി തന്നെയാണ്.